Hello everyone. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹൗ ടു ഫിക്സ് ദി സ്റ്റിച്ചിങ് ചാർജ് ഇൻ കേരള. സ്റ്റിച്ചിങ് ചാർജ് അല്ലെങ്കിൽ ആരി വർക്കിന്റെ ചാർജ് എങ്ങനെയാണ് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഹോം ബുട്ടീക്ക് നടത്തുന്നവർക്ക് എങ്ങനെയാണ് ചാർജ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ്സ് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുത്തിട്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചാർജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം കറണ്ട് സ്റ്റിച്ചിങ് ചാർജ് ഇൻ കേരള 2026 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം ഇതിങ്ങനെ ടൈപ്പ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഓരോ വർഷവും നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് അപ്ഡേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആവില്ല, അതിൻ്റെ മുന്നത്തെ വർഷത്തെ അങ്ങനെ. ഇപ്പം നമ്മൾ 2024 സ്റ്റിച്ചിങ് ചാർജ് ആവില്ല, 2025 ആ 2025 ചാർജ് ആവില്ല 2026 അപ്പോൾ ഓരോ വർഷവും നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് നമ്മൾ വാച്ച് ചെയ്യാം. ഓക്കെ, മലയാളത്തിലുള്ള കേരളത്തിലെ കറണ്ട് സ്റ്റിച്ചിങ് ചാർജ് ഇൻ കേരള എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ 2-3 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ജസ്റ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗാർമെന്റ്സ് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അതിൽ എഴുതി വെക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഏത് ഏരിയയിലാണ്, നിങ്ങൾ വില്ലേജിലാവും, മേ ബി നിങ്ങൾ സിറ്റിയിലാവും. ഓക്കെ, കാരണം റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻസ് ഓൺ നമ്മളുടെ ഏരിയക്ക് അനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങളിപ്പോൾ സിറ്റിയിലാണോ വില്ലേജിലാണോ അതൊന്നും മാറ്റർ അല്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ബുട്ടീക്സിൽ അതുപോലെ ടൈലർ ഷോപ്സിലൊക്കെ പോയിട്ട് നമ്മളുടെ റേറ്റ് നിങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ, ഇപ്പം സ്റ്റിച്ചിങ്ങിനാണെങ്കിൽ നിങ്ങൾ ചുരിദാറിന് അതുപോലെ ബ്ലൗസിന് ഇപ്പോൾ ബ്ലൗസിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഒരു 2-3 ഷോപ്പിൽ നിങ്ങൾക്ക് പോവാം റെഫർ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഏരിയയിലുള്ളതായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു റേറ്റിനേക്കാളും ഒരു ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപയ്ക്ക് കുറവായിട്ട്, ഒരുപാട് കുറക്കേണ്ട ആവശ്യമില്ല, കുറവായിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുക നിങ്ങളെ റേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. കാരണം നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ഹോം ബുട്ടീക്കാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിലുള്ള റേറ്റ് നമ്മൾ ഒരിക്കലും വാങ്ങിക്കാൻ പറ്റൂല സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ചെറിയ ചാർജ് നിങ്ങൾ വർക്കുകളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് കൂട്ടാം. അപ്പോൾ ആരി വർക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലുള്ളവരോട് നിങ്ങൾ അന്വേഷിക്കുക. ആ ഒരു വർക്ക് അത് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ഇടാം. ഓക്കെ, അങ്ങനെ കുറച്ച് നിങ്ങൾ കുറവായിട്ട് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരിക. ഓക്കെ, നമ്മൾ ഷോപ്പിലെ റേറ്റ് വാങ്ങാനായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് നമുക്ക് 2 മാർഗങ്ങളായിട്ടുള്ളത്. ആദ്യം യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്യുക. ഈ 2 സംഭവങ്ങളിൽ നിന്ന് കിട്ടിയത്, അതായത് യൂട്യൂബ് വീഡിയോസിൽ നിന്ന് കിട്ടിയതും നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളെ അടുത്തുള്ള ബുട്ടീക്സിലും ഷോപ്സിലും അന്വേഷിച്ചതെല്ലാം നിങ്ങൾ എഴുതി വെക്കണം, ടൈലർ ഷോപ്പിലൊക്കെ. എന്നിട്ട് അതിൽ നിന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾ റേറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹൈ ചാർജ് കിട്ടും. ആ ഒരു ടൈമിൽ നിങ്ങൾ വില്ലേജിലാണ്, നിങ്ങളൊരു ഉൾഗ്രാമത്തിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്ര റേറ്റ് കിട്ടൂല. അതാണ് നിങ്ങളുടെ ഏരിയയിലുള്ള ഷോപ്സിൽ ചോദിക്കുന്നതാണ് ഏറ്റവും അതിനുള്ളൊരു ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു റേറ്റ് ഒരിക്കലും നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റൂല. നമ്മളെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റേറ്റ് ഉണ്ടാവും, അതിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇനി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്റ്റിച്ചിങ്ങും അതുപോലെ ആരി വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നമ്മളുടെ ചാനലിൽ നിന്ന് കാണാവുന്നതാണ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, താങ്ക് യു.